ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഇത്തരത്തിലുള്ള ശ്രീമന്നാരായണീയത്തെ പട്ടേരിപ്പാട് പരമഗുരുവായ പൊന്നുഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദത്തിൽ സമർപ്പിച്ച നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 171 ദിവസം 171 ശ്ലോകം, അതായത് 17ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകം ആണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, തുടർന്ന് വീണ്ടും നമുക്ക് ശ്ലോകം ചൊല്ലി ശ്രീഹരിയം പാടി സമർപ്പിക്കാം. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വൽപാദമേവ ശരണം ശിശവേ ശശംസ. ദൂരം ദുരുക്തി നിഹത സാ ത്വന്മോഹിതേ ദാരവശ്യേ പിതരി പശ്യതി നിജാംബാം ഗതാ സാ അപി പുംസാം സ്വകർമ്മഗതി സന്തരണായ ശരണം ത്വൽപാദം ഏവ ശിശവേ ശശംസ. ദൂരം ദുരുക്തി നിഹതഃ സ. കലശലായ ശകാരവാക്കുകൾ, ദുരുക്തി കൊണ്ട് വളരെയധികം സങ്കടപ്പെട്ട ആ ധ്രുവനെ സുരുചി ചിത്ത പറഞ്ഞു. നമ്മളത് ഇന്നലെ കേട്ടു.
അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ തുടങ്ങിയപ്പോൾ കലശലായി ശകാരിച്ചു. അപ്പോൾ വല്ലാതെ വേദനയായി ധ്രുവന്. ത്വന്മോഹിതേ ദാരവശ്യേ, ഗുരുവായൂരപ്പ, അങ്ങയിൽ മോഹിക്കപ്പെട്ടവനും ഭാര്യയ്ക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന പിതരി പശ്യതി, ആ അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കെ നിജാംബാം ഗത, തൻ്റെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക്, സുനീതിയുടെ അടുത്തേക്ക് ധ്രുവൻ പോയി എന്നാണ്. സാ അപി, അവളും, ആ സുനീതിയും, പുംസാം സ്വകർമ്മഗതി സന്ധരണായ, മനുഷ്യർക്ക് അവരവരുടെ കർമ്മഗതിയിൽ നിന്ന് അത് സന്തരണം ചെയ്യാൻ, അതിനെ തരണം ചെയ്യാൻ, കരകയറാനായിട്ട് ശരണം ത്വത്പാദം, രക്ഷാസ്ഥാനമായിരിക്കുന്ന, ശരണമായിരിക്കുന്ന അവിടുത്തെ പാദാരവിന്ദങ്ങളെ മാത്രം, ആ ചരണപത്മങ്ങളെ മാത്രം, ആ പാദയുഗ്മങ്ങളെ മാത്രം ആണ് ഏകശരണം എന്ന് ഏവ ശിശവേ ശശംസ എന്ന് കുട്ടിയോട് പറഞ്ഞു. കുട്ടിയെ ആ രീതിയിൽ ബോധ്യപ്പെടുത്തി. പിതരി പശ്യതി, അച്ഛൻ്റെ നിസ്സഹായത കുട്ടിയെ കൂടുതൽ വേദനിപ്പിച്ചു. ചെറിയമ്മ ചീത്ത പറഞ്ഞു മാത്രമല്ല, ചെറിയമ്മ ചീത്ത പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ അച്ഛന് സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണ്? ദാരവശ്യേ, ഭാര്യയാൽ വശീകരിക്കപ്പെട്ട് അടിമപ്പെട്ട് നിൽക്കുന്ന ആ ഉത്താനപാദൻ. അപ്പോൾ ആ ശ്ലോകം നമുക്കൊരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ മലയാള പരിഭാഷയായിട്ടുള്ള ശ്രീഹരിയും ഒരു നിഴൽ നാരായണീയം നമുക്ക് ചൊല്ലി ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വൽപാദമേവ ശരണം ശിശവേ ശശംസ. നാരായണ 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 രാധാ ഗോവിന്ദ. ക്രൂരവാക്കു കേട്ട ധ്രുവൻ കരഞ്ഞുകൊണ്ടമ്മയുടെ ചാരത്തു പോയി ഭഗവാനെ എല്ലാം നിന്നിഷ്ടം. നിന്തിരുവടി തന്നൂടെ പാദാരവിന്ദങ്ങൾ രക്ഷ സുനീതിയും ഭക്തിപൂർവം പുത്രനോടോതി. നാരായണ 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 ശ്രീവാതനാഥ വായുപുരേശ രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണനാമ സങ്കീർത്തനം. നാരായണ നാരായണ